ചായ കുടിക്കുന്നത് മുതൽ സ്വർണം വാങ്ങുന്നത് വരെ ഇപ്പോഴെല്ലാം UPI ആണ്. പക്ഷേ ഈ ആപ്സ് എല്ലാം ഒരേപോലെയാണോ? ജിപേയും ഫോൺ പേയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഏത് സേഫാണ്? ഏത് യൂസ് ചെയ്യണം? ഇന്ന് നമ്മൾ എല്ലാ മേജർ UPI ആപ്പുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. ആദ്യം ബേസിക്സ്. UPI എന്നാൽ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഇതൊരു ആപ്പല്ല, ഒരു സിസ്റ്റമാണ്. 2016 NPCI നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ ഈ സിസ്റ്റം വഴി നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് സെക്കൻഡിൽ പൈസ അടയ്ക്കാൻ പറ്റും, ഫ്രീ ആയി, 24/7. ഇതിന്റെ മുകളിലാണ് ജിപേ, ഫോൺ പേ പോലുള്ള ആപ്സ് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ ഗൂഗിൾ പേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന UPI ആപ്പ്. ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ട്രസ്റ്റ് കൂടുതലാണ്. ഇന്റർഫേസ് സിമ്പിളാണ്, സ്കാൻ ചെയ്ത് പേ ചെയ്യാൻ എളുപ്പം. റിവാർഡ്സ് ഉണ്ട്, സ്ക്രാച്ച് കാർഡ്സ്, ക്യാഷ് ബാക്ക്. പക്ഷെ ഒരു പ്രോബ്ലം, കസ്റ്റമർ സപ്പോർട്ട് വീക്കാണ്. പൈസ സ്ട്രക്കായാൽ ഗൂഗിളിനെ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ഫോൺ പേ. വോൾമാർട്ടിന്റെ ഓണർഷിപ്പിലുള്ള ഈ ആപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ UPI പ്ലെയറാണ് മാർക്കറ്റ് ഷെയറിൽ. ജിപേയേക്കാൾ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. ഇൻഷുറൻസ് വാങ്ങാൻ പറ്റും, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഗോൾഡ് വാങ്ങാൻ പറ്റും, റീചാർജ്, ബിൽ പേയ്മെന്റ് എല്ലാം ഒരു ആപ്പിൽ. പക്ഷെ ഇതെല്ലാം കൊണ്ട് ആപ്പ് കുറച്ച് ഹെവിയാണ്, പഴയ ഫോണിൽ സ്ലോ ആകും. മൂന്നാമത്തെ പേടിഎം. ഇന്ത്യയിൽ ആദ്യം പോപ്പുലറായ ഡിജിറ്റൽ വാളറ്റ് ഇതാണ്. 2016 ഡിമോണിറ്റൈസേഷന് മുൻപ് എല്ലാവരും ഇതാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ UPI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വാർണിംഗ്, പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന് RBI റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെഗുലർ UPI പേയ്മെന്റ്സ് വർക്ക് ചെയ്യും, പക്ഷേ പേടിഎം ബാങ്ക് അക്കൗണ്ട് വേണ്ട എന്നാണ് പലരും പറയുന്നത്. സേഫർ ഓപ്ഷനുകളുണ്ട് ഇപ്പോൾ. നാലാമത്തെ ഭീം. ഇത് ഗവൺമെന്റിന്റെ ഓൺ ആപ്പാണ്. NPCI തന്നെ ഡയറക്റ്റായി ഉണ്ടാക്കിയത്. ആഡ്സ് ഇല്ല, റിവാർഡ്സ് കുറഞ്ഞതുണ്ട്. പക്ഷേ ഏറ്റവും സേഫ് എന്ന് പറയാം. സിമ്പിൾ, നോ നോൺസെൻസ് ആപ്പ്. പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസിന് നല്ല ചോയ്സാണ്. ക്ലട്ടർ ഇല്ല, കൺഫ്യൂഷൻ ഇല്ല. ആമസോൺ പേ. ആമസോൺ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ. ആമസോണിൽ ക്യാഷ് ബാക്ക് കിട്ടും, പക്ഷേ സ്റ്റാൻഡ് അലോൺ UPI ആപ്പായി ഇതിന് വലിയ യൂസ് ഇല്ല. ക്രെഡ് ആണെങ്കിൽ ഇത് പ്രീമിയം യൂസേഴ്സിന് വേണ്ടിയാണ്. ക്രെഡിറ്റ് കാർഡ് ബിൽ പേ ചെയ്യാൻ വലിയ റിവാർഡ്സ് ഉണ്ട്, പക്ഷേ ക്രെഡിറ്റ് സ്കോർ 750+ വേണം അക്കൗണ്ട് തുടങ്ങാൻ. എലീറ്റ്സിന്റെ ആപ്പ് എന്ന് പറയാം. ഇനി ഇമ്പോർട്ടൻ്റ് പാർട്ട്, UPI പിൻ ആർക്കും കൊടുക്കരുത്. ബാങ്കിനുമില്ല, പോലീസിനുമില്ല, ആർക്കുമില്ല. പൈസ റിസീവ് ചെയ്യാൻ പിന്നു വേണ്ട, ഇത് ഓർക്കുക. അറിയാത്ത QR കോഡ് സ്കാൻ ചെയ്യരുത്. റീഫണ്ട് എന്ന് പറഞ്ഞു വരുന്ന കോൾ എല്ലാം സ്കാമാണ്. ഓരോ UPI ആപ്പിനും ലിമിറ്റ് ഉണ്ട്. മോസ്റ്റ് ആപ്സിൽ 1 lakh per day ആണ് ഡീഫോൾട്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ഏത് ആപ്പ് യൂസ് ചെയ്യണം? ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡെയിലി പേയ്മെന്റ്സിന് ജിപേ അല്ലെങ്കിൽ ഫോൺ പേ, സേഫ്റ്റിക്കും ഭീം, ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ വേണമെങ്കിൽ ഫോൺ പേ. പക്ഷേ ഏത് ആപ്പ് ആയാലും UPI പിന്ന് ഷെയർ ചെയ്യരുത്. അതാണ് റിയൽ പ്രൊട്ടക്ഷൻ.